നമസ്കാരം. ഞാനിവിടെ പറയാൻ പോകുന്നത് LIC ഓഫ് ഇന്ത്യൻ ജീവൻ ഉത്സവ് എന്ന പ്ലാനെ കുറിച്ചാണ്. ഇതൊരു ഹോൾ ലൈഫ് ഇൻഷുറൻസ് പ്ലാനാണ്. ഇതിനകത്ത് 30 വയസ്സ് മുതൽ 65 വയസ്സ് വരെ പ്രായമുള്ള വ്യക്തികൾക്ക് ചേരുവാൻ സാധിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്ത് 5 വർഷം മുതൽ 16 വർഷം വരെ പ്രീമിയം പേയിങ് ടേമാണ്. പ്രീമിയം പേയിങ് ടേമിന് ശേഷം 2 വർഷം മുതൽ 5 വർഷം വരെ ഡിഫർമെൻറ്റ് പീരീഡ് ഉണ്ട്. ഡിഫർമെൻറ്റ് പീരീഡ് നമ്മളുടെ ഏജിനെയും അതുപോലെ തന്നെ നമ്മളെടുക്കുന്ന ടേമിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും. മിനിമം 2 വർഷം മുതൽ 5 വർഷം വരെയാണ് ഡിഫർമെൻറ്റ് പീരീഡ്. എന്തെന്ന് അറിയാം എന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ കാലത്ത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അറിയത്തില്ലെങ്കിൽ ചോദിച്ചാൽ മതി, പറയാം. ഇനി ഇതിനകത്ത് ഈ പോളിസി എടുക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ഇൻകം ബെനിഫിറ്റ് എന്ന് പറയുന്നത് 2 തരത്തിലുള്ള ഇൻകം ബെനിഫിറ്റാണ് കിട്ടുന്നത്. ഒന്ന് റെഗുലർ ഇൻകം ബെനിഫിറ്റ്, ദെൻ ആഫ്റ്റർ ഫ്ലെക്സി ഇൻകം ബെനിഫിറ്റ്. പ്രീമിയം പേയ്മെൻറ്റിന് ശേഷം, അതിനുശേഷം ഡിഫർമെൻറ്റ് പീരീഡ്, അതിനുശേഷം കഴിഞ്ഞിട്ട് നമുക്ക് റെഗുലർ ഇൻകം എവറി ഇയർ കിട്ടുന്നുണ്ട്. അതായത് എടുത്തിരിക്കുന്ന നമ്മൾ സമ്മർഷയുടെ എത്രയാണ് എടുത്തിരിക്കുന്നത് അതിൻ്റെ 10% വെച്ച് എവറി ഇയർ എന്ന് വരെ നമ്മൾ ജീവിച്ചിരിക്കുന്നു അന്നുവരെ കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ പ്ലാൻ പ്രസൻറ്റേഷനിൽ ഞാൻ ഉദാഹരണത്തിൽ കാണിച്ചിരിക്കുന്നത് 1 കോടിയുടെ പ്ലാൻ. 52 വയസ്സുള്ള വ്യക്തി 1 കോടിയുടെ പ്ലാൻ എടുക്കുന്നു. അദ്ദേഹത്തിന് കിട്ടുന്ന ബെനിഫിറ്റ്സും കാര്യങ്ങളാണ് ഞാനിവിടെ കാണിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു പ്ലാൻ എടുക്കുന്നതിന് മുമ്പ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതൊക്കെയാണ് ഈ സ്ലൈഡ്സിൽ ഈ പ്രസൻറ്റേഷൻ ഞാൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഇനി ഫ്ലെക്സി ഇൻകം എന്താണെന്ന് പറയാം. ഇപ്പോൾ ഈ റെഗുലർ ഇൻകം വേണ്ട എന്ന് പറയുന്ന പല വ്യക്തികളുമുണ്ട്. എനിക്ക് പൈസയ്ക്ക് ആവശ്യമില്ല, അവിടെ കിടന്നോട്ടെ, എനിക്ക് എപ്പോഴെങ്കിലും ആവശ്യമുള്ളപ്പോൾ എടുത്തോളാം. അത്തരത്തിൽ ഒരു ഓപ്ഷൻ ചൂസ് ചെയ്യുന്നതാണ് ഫ്ലെക്സി ഇൻകം ബെനിഫിറ്റ് ഓപ്ഷനായിട്ട് കണക്കാക്കുന്നത്. അപ്പോൾ ഈ പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ ഈ ഒരു ഫ്ലെക്സി ഇൻകം ബെനിഫിറ്റ് ചൂസ് ചെയ്താൽ ഗുണം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എടുക്കണമെന്ന് നിർബന്ധം. വേണ്ട എന്ന് പറയുന്നതിൻ്റെ മീനിങ് ഇതല്ല, നമുക്ക് കിട്ടത്തില്ലെന്നുള്ളതല്ല. എവറി ഇയർ നമുക്ക് അവിടെ അക്യുമുലേറ്റഡ് ആകുന്ന എമൗണ്ടിൽ നിന്നും 75% എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. എവറി ഇയർ എടുക്കണം എന്ന് നിർബന്ധവുമില്ല. ഈ വർഷം എടുത്തു, അടുത്ത 2 വർഷത്തേക്ക് എടുത്തില്ല, 3ാമത്തെ വർഷം എന്തെങ്കിലും ആവശ്യം വന്നു, അങ്ങനെ ഇതല്ല, 10 വർഷം എടുത്തില്ല, അങ്ങനെ ആവശ്യം വന്നു, അങ്ങനെ അവിടെ അക്യുമുലേറ്റഡ് ആകുന്ന എമൗണ്ടിന്, ബാലൻസ് വരുന്ന എമൗണ്ടിന് 5% വെച്ച് ക്യുമുലേറ്റീവ് ഇൻട്രസ്റ്റോടുകൂടി, കൂട്ടുപലിശയോടുകൂടി ഗ്രോത്ത് ആയിക്കൊണ്ടേയിരിക്കുന്നതായിരിക്കും. അത് നല്ലൊരു കാര്യമാണെന്ന് തോന്നുവാണെങ്കിൽ അത് ചൂസ് ചെയ്യുക. അല്ല എങ്കിൽ റെഗുലർ ഇൻകം ഓപ്ഷൻ ബെനിഫിറ്റ് ചൂസ് ചെയ്യുക. എന്താണോ നിങ്ങൾക്ക് സ്യൂട്ടബിൾ ആയിട്ട് തോന്നുന്നത് അത് ചൂസ് ചെയ്യുന്നതായിരിക്കും എപ്പോഴും നല്ലത്. പിന്നെ 10 അല്ല 16 വർഷം കഴിഞ്ഞിട്ട് ഈ 5% എന്ന് പറയുന്നത് മോശമായൊരു റിട്ടേൺ ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. കുറേ വർഷങ്ങൾക്ക് മുമ്പ് 12-13% പലിശയ്ക്ക് നിന്ന സമയത്ത് 12% ആണെന്ന് തോന്നുന്നു. 90 കാലഘട്ടങ്ങളിൽ നിന്ന സമയത്ത് പലിശ ഉണ്ടായിരുന്നായിരുന്നു. അത് കുറഞ്ഞു വന്ന് ഇപ്പം 5.5%-ക്കും 7%-ത്തിനും ഇടയ്ക്കായിട്ട് വന്നിരിക്കുകയാണ്. അത് ഡിപ്പെൻഡ് അപ്പോൺ ഏജും ടൈമും ഒക്കെ അനുസരിച്ചാണ് ഈ ഒരു പലിശ നിരക്ക് ഇപ്പോൾ നിലനിൽക്കുന്നത്. ഇനിയും പലിശ നിരക്ക് കുറയാനാണ് സാധ്യത. അപ്പം 16 വർഷം കഴിഞ്ഞിട്ട് അല്ലെങ്കിൽ 11 വർഷം കഴിഞ്ഞിട്ട് ഈ 5% എന്ന് പറയുന്നത് കുറവായിരിക്കത്തില്ല എന്നാണ് എൻ്റെ വിശ്വാസം. നിങ്ങൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതനുസരിച്ച് ചെയ്യുവാൻ ഞാൻ പറയത്തുള്ളൂ. ഇനി ഇതിനകത്ത് കിട്ടുന്ന ഗ്യാരണ്ടീഡ് അഡീഷൻസ് ആണ്. 40 രൂപ കിട്ടുന്നതായിരിക്കും. 1040 രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, ഇതിനകത്ത് ഉദാഹരണത്തിൽ കാണിച്ചിരിക്കുന്ന 1 കോടിയുടെ പ്ലാനാണ്. 1040 ആകുമ്പോഴത്തേക്ക് നമുക്ക് 1 വർഷം 4 ലക്ഷം രൂപ വെച്ച് ഗ്യാരണ്ടീഡ് അഡീഷൻസ് ഇതിനകത്ത് ആഡാകുന്നതായിരിക്കും. 11 വർഷത്തെ ടൈമാണ്, പ്രീമിയം പേയിങ് ടൈമാണ്. പ്രീമിയം പേയിങ് ടൈമിൽ മാത്രമേ ഈ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടത്തുള്ളൂ. 11 വർഷത്തെ ഗ്യാരണ്ടീഡ് അഡീഷൻസ് എന്ന് പറയുന്നത് 44 ലക്ഷം രൂപയാണ്. അപ്പോൾ ടോട്ടൽ ഇതിൻ്റെ വാല്യൂ ആകുന്നത് 1,44 ലക്ഷം രൂപ ആയിരിക്കും. ഈ വാല്യൂ നമുക്ക് ലാസ്റ്റ് വരെ ഉണ്ടായിരിക്കുന്നതായിരിക്കും. ഇനി ഇതിനകത്ത് ഇൻകം ടാക്സ്, നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിന് ഇൻകം ടാക്സ് കിട്ടുന്നതായിരിക്കും. അതുപോലെ തന്നെ ഇതിനകത്തൊരു മച്യൂരിറ്റി വാല്യൂ ആയിട്ട് കിട്ടുന്നില്ല. നമ്മൾ എന്നുവരെ ജീവിച്ചിരിക്കുന്നു അന്ന് വരെ നമുക്ക് ഈ സർവൈവൽ ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും. 10 ലക്ഷം രൂപ വെച്ച് കിട്ടുന്നതായിരിക്കും. അതായത് നമ്മൾ എടുത്തിരിക്കുന്ന സം അഷ്വറിൻ്റെ 10% വെച്ചാണ് കിട്ടുന്നത്. ഇവിടെ 1 കോടിയുടെ ആണെങ്കിൽ അതിൻ്റെ 10% എന്ന് പറയുമ്പോഴത്തേക്ക് 10 ലക്ഷമാണ്. ഈ 10 ലക്ഷം രൂപ വെച്ച് കിട്ടിക്കൊണ്ടേയിരിക്കും. എപ്പോഴാണ് ഡെത്ത് സംഭവിക്കുന്നത് ആ ഡെത്ത് എമൗണ്ടിന്, ആ വാല്യൂവിന്, അതിന് നമുക്ക് ഇൻകം ടാക്സ് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പക്ഷേ നമ്മൾ LICയിൽ ഒരു ഇൻഷുറൻസിൽ ഒരു റൂളുണ്ട്. നമ്മൾ കൊടുക്കുന്ന പ്രീമിയത്തിൻ്റെ 10 ഇരട്ടി കൂടുതലെങ്കിലും ഇൻഷുറൻസ് കവറേജ് ഉള്ള പ്ലാനുകൾക്ക് മാത്രമേ ഇത്തരത്തിൽ നമുക്ക് ബെനിഫിറ്റ് കിട്ടത്തുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പ്ലാൻ ചൂസ് ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ള ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ വേണമെന്നുണ്ടെങ്കിൽ അതനുസരിച്ച് പ്രീമിയം പേയിങ് ടൈം സെലക്ട് ചെയ്യേണ്ടതും അത്യാവശ്യമാണ്. ഇനി ഞാൻ നേരത്തെ പറഞ്ഞില്ല, 52 വയസ്സുള്ള വ്യക്തി 1 കോടി പ്ലാൻ എടുക്കുന്നു. ഇതിനകത്ത് ടേം സെലക്ട് ചെയ്തിരിക്കുന്നത് 11 വർഷത്തേക്കാണ്. 2 വർഷത്തെ ഡിഫർമെൻറ്റ് പീരീഡ് ഉണ്ട്. 14ാമത്തെ പോളിസി ഇയർ തൊട്ട് അദ്ദേഹത്തിന് കാശ് കിട്ടുന്നു. അതായത് 65ാമത്തെ വയസ്സ് തൊട്ട് കാശ് കിട്ടുന്നു. എത്രയാണ് കിട്ടുന്നത്? 1 കോടിയുടെ 10% 10 ലക്ഷം വെച്ച് 10 ലക്ഷം വെച്ച് എവറി ഇയർ കിട്ടുന്നു. ഇനി പോളിസി എടുക്കുന്ന സമയത്ത് അദ്ദേഹം പറയുകയാണ്, എനിക്ക് 10 ലക്ഷം പോരാ, എനിക്ക് 12 ലക്ഷം, അതായത് ഒരു മാസം 1 ലക്ഷം രൂപ വെച്ച് കിട്ടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് 1 കോടി 20 ലക്ഷത്തിൻ്റെ പ്ലാൻ എടുത്തു കഴിയുമ്പോഴത്തേക്ക് എവറി ഇയർ അദ്ദേഹത്തിന് 12 ലക്ഷം വെച്ച് കിട്ടുന്നതായിരിക്കും.
ആ വ്യക്തി എടുക്കുന്ന സമയത്ത് അദ്ദേഹത്തിൻ്റെ ഹെൽത്ത് ഒക്കെ ആയിരിക്കണം, ഇൻകം സോഴ്സ് കാണിക്കണം, ഇത്രയും നിർബന്ധമുള്ളൂ. അതുപോലെ തന്നെ മെഡിക്കൽ ചെയ്യേണ്ട കാര്യം ഉണ്ടെങ്കിൽ മെഡിക്കൽ ചെയ്യേണ്ടതായിട്ട് വരും. ഇത്രയും ഫുൾഫിൽ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഏതൊരു വ്യക്തിക്ക് പ്ലാൻ എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. ഇനി ഇതിനകത്ത് പ്രീമിയം എന്ന് പറയുമ്പോൾ 1 കോടിയുടെ പ്ലാൻ എടുക്കുമ്പോൾ 52 പൈസയുള്ള വ്യക്തി കൊടുക്കേണ്ട ഫസ്റ്റ് ഇയറിലെ പ്രീമിയം 10,24,532 രൂപയാണ്. സെക്കൻഡ് ഇയർ തൊട്ട് 10,516 രൂപ നമ്മൾ കൊടുക്കേണ്ടതായിട്ട് വരുന്നുണ്ട്. ഇനി ഇതിനകത്ത് ലോൺ ഫെസിലിറ്റി ഉണ്ട്. പ്രത്യേകിച്ച് പ്രായമുള്ള വ്യക്തികൾ ഇത്തരം പ്ലാൻ പർച്ചേസ് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലൊരു കാര്യമാണ്. കാരണം പ്രായമായി കഴിയുമ്പോൾ നമുക്ക് ലോൺ അവിടെ നിന്നൊക്കെ ലോൺ കിട്ടുന്ന കാര്യം ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. പ്രത്യേകിച്ച് റിട്ടയർമെൻറ്റ് പർപ്പസിന് വേണ്ടി ലോൺ വേണമെന്ന് പറഞ്ഞാൽ ഇതൊന്നും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പോൾ ഇത്തരത്തിലൊരു പ്ലാൻ കയ്യിലുണ്ടെങ്കിൽ ഈ അത്യാവശ്യം ഈ എമർജൻസി ആയിട്ട് വരുന്ന പ്ലാൻ, ഈ ബുദ്ധിമുട്ടുകൾ, പൈസ ആക്കി വരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തരണം ചെയ്യുന്നതിന് വേണ്ടി ഇതിനകത്ത് നിന്ന് ഈ ലോൺ എമൗണ്ട് നമുക്ക് അവൈൽ ചെയ്ത് കാര്യങ്ങൾ ഈസിയായിട്ട് നടത്താൻ സാധിക്കുന്നതായിരിക്കും. തന്നെയല്ല, ബാങ്കിൽ ചെന്ന് നമുക്ക് ലോൺ ഒന്ന് അപ്ലൈ ചെയ്താൽ അതിന് കിട്ടുന്ന അർഹരായിട്ടുള്ളവർക്ക് പോലും കിട്ടാൻ വളരെ ബുദ്ധിമുട്ടുകൾ, കുറേ സമയങ്ങളെടുക്കും. ഇതിനകത്താകുമ്പോൾ ഇന്ന് അപ്ലൈ ചെയ്ത് ചിലപ്പോൾ ഇന്ന് കിട്ടുന്നിരിക്കും, നല്ല 1-2 ദിവസം കഴിഞ്ഞിട്ട് കിട്ടുന്നിരിക്കും. എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ അതിനുവേണ്ടി പ്രത്യേക ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊന്നും കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതിന് പലിശ കൊടുത്താൽ മതി. അത് നിങ്ങളുടെ ഇതിനകത്ത് നിന്ന് ഈ അവർ നമുക്ക് പൈസ കിട്ടില്ല, അതിനകത്ത് നിന്ന് അവർ വിഡ്രോ ചെയ്യുന്നതായിരിക്കും. അതുപോലെ തന്നെ നമ്മളെടുത്ത എമൗണ്ടിൻ്റെ EMI ആയിട്ട് അവർ അത് റിക്കവറി ചെയ്യുന്നതായിരിക്കും. ഇതിനകത്ത് നമുക്ക് 13 ഇത് പ്രീമിയം 2ാമത്തെ വർഷം തൊട്ട് ലാസ്റ്റ് വരെ നമുക്ക് എന്നോട് ചോദിച്ചിരിക്കുന്നത് എന്ന് പറയാൻ പറഞ്ഞ ലോൺ ഫെസിലിറ്റി ഉണ്ട്. എന്നാൽ ഏറ്റവും കൂടുതൽ ലോൺ കിട്ടുന്ന ആ വർഷം എന്ന് പറയുന്നത് 13ാമത്തെ വർഷമാണ് ലോൺ കിട്ടുന്നത്. ലോൺ എമൗണ്ട് ഇൻ 13th ഇയർ. 11 വർഷത്തെ പ്രീമിയം പേയിങ് ടൈമാണ്. 2 വർഷം പ്രീമിയം കൊടുക്കേണ്ട ആവശ്യമില്ല. 13ാമത്തെ വർഷം നമുക്ക് 87,26,400 രൂപ ലോൺ കിട്ടുന്നുണ്ട്. ആവശ്യമുണ്ടെന്ന് തോന്നുവാണെങ്കിൽ നമുക്ക് എന്നിട്ട് അവൈൽ ചെയ്യാം. പിന്നെ സർവൈവൽ ബെനിഫിറ്റ് കിട്ടുന്ന സമയത്ത് 10 ലക്ഷം കിട്ടിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് പൈസയ്ക്ക് കൂടുതൽ ആവശ്യമുണ്ടെങ്കിൽ ഇതിനകത്ത് നിന്ന് ആ പീരീഡിൽ നമുക്ക് 52,50,000 രൂപ ലോൺ കിട്ടുന്നതായിരിക്കും ഈസി ആയിട്ട്. അതുകൊണ്ട് ഈ റിട്ടയർമെൻറ്റ് ലൈഫ് വളരെ സന്തോഷകരമാക്കുന്നതിന് വേണ്ടി ഇത്തരം പ്ലാനുകൾ എടുത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഇതിനകത്ത് 5 ലക്ഷം മുതൽ അൺലിമിറ്റഡ് എത്ര വേണമെങ്കിലും നമ്മൾ എടുക്കാം. നമ്മുടെ വരുമാനം അനുസരിച്ച് എടുക്കാൻ സാധിക്കുന്നതായിരിക്കും. വരുമാനം ഉണ്ടെങ്കിൽ ആ വ്യക്തിക്ക് ഡിസൈഡ് ചെയ്യാം, എനിക്ക് മാസം തോറും ഇത്ര രൂപ വെച്ച് പെൻഷൻ വരുന്നതനുസരിച്ച് പ്രീമിയം കൊടുക്കുക. റിട്ടയർമെൻറ്റ് ലൈഫ് സന്തോഷപ്രദമാക്കാനാണ് ഞാൻ പറയുന്നുണ്ട്. ഇതാണ് ഇതിനകത്ത് സറണ്ടർ ഫെസിലിറ്റി ഉണ്ട്. പോളിസി എടുക്കുന്ന വ്യക്തിക്ക് വേണമെങ്കിൽ എന്തെങ്കിലും കാരണവശാൽ ഇതിന് ഞാൻ കണ്ടിന്യൂ ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല, നല്ല കാര്യം എന്തെങ്കിലും റീസൺ കൊണ്ട്, പക്ഷേ ഒരു കാര്യം ഓർക്കുക, സറണ്ടർ ചെയ്യുന്ന എപ്പോഴും നമുക്ക് നഷ്ടത്തിലേ വരത്തുള്ളൂ. അതുപോലെ എന്തെങ്കിലും റീസൺ ഉണ്ടെങ്കിൽ മാത്രം സറണ്ടർ ചെയ്യുക. അതർവൈസ് ലോൺ ഫെസിലിറ്റി ഉണ്ടല്ലോ, നമ്മൾ ചെറിയ ചെറിയ കാര്യങ്ങൾ, വലിയ കാര്യങ്ങൾ വരെ ഇതിനകത്ത് നമുക്ക് മാനേജ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത്തരത്തിലുള്ള വലിയ എമൗണ്ടിൻ്റെ ആണ് എങ്കിൽ. പിന്നെ ചെറിയ 5 ലക്ഷത്തിൻ്റെ ആണെങ്കിൽ അതനുസരിച്ചായിരിക്കുമല്ലോ നമുക്ക് നീടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പം അത്തരത്തിൽ നിങ്ങൾ ചിന്തിക്കുക. ഇനി ഇതിനകത്ത് റൈഡർ ബെനിഫിറ്റ്സ് ആണുള്ളത്. അതായത് ആക്സിഡൻ്റ്, ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി ബെനിഫിറ്റ് റൈഡർ ഒട്ടുമിക്ക LIC പ്ലാൻ എടുത്തിരിക്കുന്ന ഒട്ടുമിക്ക വ്യക്തികൾക്കും അറിയാൻ സാധിക്കുന്നതായിരിക്കും ഇത് എന്താണെന്നുള്ളത്. ഇതിനകത്ത് നമുക്ക് 1 കോടിയുടെ പ്ലാനാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് അപ്പോൾ അതിന് തുല്യമായിട്ടുള്ള ആക്സിഡൻ്റ്, ഡെത്ത് ആൻഡ് ഡിസബിലിറ്റി ബെനിഫിറ്റ് റൈഡർ നമുക്ക് അവൈൽ ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. ഇത് എക്സ്ട്രാ പ്രീമിയം കൊടുത്ത് വാങ്ങുന്ന ഒന്നാണ്, ഇൻബിൽറ്റ് ആയിട്ടുള്ള ഒരു കാര്യങ്ങളല്ല. അപ്പോൾ അത് വേണോ വേണ്ടോ എന്നുള്ളത് കസ്റ്റമർ തീരുമാനിക്കുക. ഇതെന്താണെന്ന് ആദ്യം മനസ്സിലാക്കുക, ദെൻ ആഫ്റ്റർ ഡിസൈഡ്. നമ്മൾ പ്രീമിയം കൊടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അപകടം മൂലം ഡെത്ത് സംഭവിച്ചാൽ ഇപ്പോൾ 1 കോടിയുടെ പ്ലാൻ ആണെങ്കിൽ 2 കോടി കിട്ടും. പിന്നെ എത്രാമത്തെ വർഷമാണ് ഡെത്ത് സംഭവിക്കുന്നത് അത്രയും വർഷത്തെ ഗ്യാരണ്ടീഡ് അഡീഷൻസ് കിട്ടും. പോളിസി ക്ലോസ് ആകുകയാണ്. എന്നാൽ ഡിസബിലിറ്റി സംഭവിച്ചാൽ, അപകടം മൂലം ഡിസബിലിറ്റി സംഭവിച്ചെന്നാൽ പോളിസി അവിടെ ക്ലോസ് ആകുന്നില്ല. മുന്നോട്ട് പ്രീമിയം അടയ്ക്കാണ്ടെങ്കിൽ സർക്കാർ അടച്ചു വിട്ടോളും, നമുക്ക് അടയ്ക്കേണ്ട ആവശ്യം വരുന്നില്ല. പ്രീമിയം ഡെഫർമെൻറ്റ് പീരീഡിന് ശേഷം നമുക്ക് സർവൈവൽ ബെനിഫിറ്റ് കിട്ടി തുടങ്ങുന്നു. ഇതുകൂടാതെ എക്സ്ട്രാ ഒരു 1 കോടി രൂപ നമുക്ക് എക്സ്ട്രാ ആയിട്ട് കിട്ടുന്ന 10 വർഷത്തിനുള്ളിൽ നമുക്ക് കിട്ടുന്നതായിരിക്കും. 12 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പം എത്രയാണ് കിട്ടുന്നത്, അത് 10 വർഷം പോലെ 120 മാസം ഉണ്ടല്ലോ. അപ്പോൾ അത് 1 കോടിയെ നമ്മൾ 120 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ എത്രയാണ് മാസം തോറും വരുന്നത്, അത് നമുക്ക് കിട്ടുന്നതായിരിക്കും. എവരി മന്ത് കിട്ടുന്നതായിരിക്കും. ഇനി നമുക്ക് ഈ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് 70 പൈസ വരെ കിട്ടുന്നതായിരിക്കും. പിന്നെ നമുക്ക് ടൈം റൈഡർ ആണ്. ദിസ് ഇസ് ജസ്റ്റ് ലൈക്ക് എ ടൈം പ്ലാൻ. ടൈം പ്ലാൻ എന്താണെന്ന് എല്ലാവർക്കും അറിയാൻ സാധിക്കുന്നതായിരിക്കും. 1 കോടിയുടെ പ്ലാൻ എടുക്കുമ്പോൾ ഇതിനകത്ത് 25 ലക്ഷം വരെ ടൈം റൈഡർ ചൂസ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. വ്യക്തിയുടെ ഏജിനെ അനുസരിച്ച് പ്രീമിയം കൂടി വ്യത്യാസം വരുന്നതായിരിക്കും. സൂട്ടബിൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ ഏജൻറ്റുമാർ ഡിസ്കസ് ചെയ്ത് എടുക്കുക. ഇനി ഇതിനകത്ത് PWB പ്രീമിയം വെവർ ബെനിഫിറ്റ് റൈഡർ നമുക്ക് ഓപ്റ്റ് ചെയ്യാൻ സാധിക്കുന്നതായിരിക്കും. എക്സ്ട്രാ പ്രീമിയം കൊടുത്ത്, അത് പ്രായമായവരുടെ പേരിൽ എടുക്കുമ്പോഴല്ല, കുട്ടികളുടെ പേരിൽ പോളിസി എടുക്കുമ്പോൾ പ്രീമിയം കൊടുക്കുന്ന ആരാണോ ആ വ്യക്തിയുടെ ഏജിനെ അനുസരിച്ച്, ഏജിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും അതിൻ്റെ പ്രീമിയം കാര്യങ്ങളൊക്കെ.
അപ്പോൾ അത് പ്രത്യേകിച്ച് പിള്ളേരുടെ പേരിൽ എടുക്കുമ്പോൾ ഇത് എടുക്കുന്നത് വളരെ നല്ലതായിരിക്കും. അങ്ങനെ പ്രീമിയം കൊടുക്കുന്ന വ്യക്തിക്ക് ഡെത്ത് സംഭവിച്ചാൽ മുന്നോട്ട് പ്രീമിയം കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. പോളിസി എന്ത് പർപ്പസിന് വേണ്ടിയാണ് നമ്മൾ പിള്ളേരുടെ പേരിൽ എടുത്തിരിക്കുന്നത്, ആ പർപ്പസ് അവിടെ നടന്നിരിക്കും. അപ്പോൾ അതുകൊണ്ട് പ്രീമിയം വേവർ ബെനിഫിറ്റ്സ് എടുക്കാൻ നിങ്ങൾ മറന്നു പോകരുത് കുട്ടികളുടെ പേരിൽ എടുക്കുമ്പോൾ. അതുപോലെ തന്നെ NRI ആണെങ്കിൽ നമുക്ക് GST എക്സംഷൻ കിട്ടുന്നതായിരിക്കും. അത് ഇതിനകത്ത് ഞാൻ എഴുതിയിട്ടില്ല, അത് റൈഡർ ബെനിഫിറ്റ് അല്ല, അത് നമുക്ക് NRIയുടെ ഒരു ഇതാണ്, അവകാശമാണത്. NRI നമ്മൾ മെൻഷൻ ചെയ്താൽ മതി, ആ ഒരു ബെനിഫിറ്റ്സ് നമുക്ക് കിട്ടുന്നതായിരിക്കും. NRIക്ക് വേണ്ടി സ്പെഷ്യലായിട്ടുള്ളൊരു ഇതാണത്. പിന്നെ ഇതിനകത്ത് ഞാൻ ഒരു കാര്യം പറയാനുള്ളത്, ഇത് ഹൈ സമ്മേഷനിലോട്ട് പോകുന്തോറും പ്രീമിയത്തിൽ കുറവ് വരുന്നതായിരിക്കും. അപ്പോൾ അതൊക്കെ ആ സമയത്ത് നോക്കുക, എത്ര കുറവ് വരുന്നൊക്കെ നോക്കി മനസ്സിലാക്കുക. അപ്പോൾ ഇതൊക്കെയാണ് ഈ ഒരു പ്ലാനിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കുമ്പോൾ അല്ലെങ്കിൽ എടുക്കുന്നതിന് മുമ്പ് അത്യാവശ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങളൊക്കെയാണ് ഞാൻ ഇതിനകത്ത് സ്ലൈഡിൽ പറഞ്ഞിരിക്കുന്നത്. ബാക്കി ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതിനുശേഷം നിങ്ങൾ പ്ലാൻ പ്രൊപ്പോസൽ ഫില്ലപ്പ് ചെയ്ത് നിങ്ങളുടെ പോളിസി കംപ്ലീറ്റ് ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. അപ്പോൾ ഇത്രയും നേരം ഈ ഒരു വീഡിയോ എൻ്റെ ചാനൽ കണ്ടുകൊണ്ടിരുന്ന എല്ലാവർക്കും എൻ്റെ എല്ലാവിധ ആശംസകളും നേർന്നു. ഓൾ ദി ബെസ്റ്റ്.